Good morning. So next we can discuss redressal agencies for consumer disputes. അപ്പോൾ ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്റ്റിൽ ഒരു 3 ടയർ കോസായി ജുഡീഷ്യൽ റിഡ്രസൽ മെഷീനറിയാണുള്ളത്. അതായത് ഈ 3 ടയർ എന്ന് പറയുമ്പോൾ ഡിസ്ട്രിക്ട് ലെവലിൽ ഒന്നുണ്ട്, ദെൻ സ്റ്റേറ്റ് ലെവൽ ആൻഡ് നാഷണൽ ലെവൽ ഫോർ ദ റിഡ്രസൽ ഓഫ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് ആൻഡ് ഗ്രിവാൻസസ്. അപ്പോൾ കൺസ്യൂമേഴ്സിന് എന്തെങ്കിലും ഒരു തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള 3 ഏജൻസീസാണ്. അപ്പോൾ ഡിസ്ട്രിക്ട് ലെവലിൽ ഒന്ന് വരുന്നുണ്ട്, ഡിസ്ട്രിക്ട് ഫോറം എന്ന് പറയും. പിന്നെ സ്റ്റേറ്റ് ലെവലിൽ വരുന്നതാണ് ഏതാണ്, ദ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ ഏജൻസീസ് സ്റ്റേറ്റ് കമ്മീഷൻ എന്ന് പറയും. പിന്നെ ഒരു നാഷണൽ ലെവലിൽ വരുന്നതാണ് നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷൻ എന്ന് പറയും. അപ്പോൾ ഈ 3 ടയർ സിസ്റ്റം എങ്ങനെയാണ് നോക്കാം. അപ്പോൾ അതിൽ വരുന്ന ഫസ്റ്റ് വൺ ഇസ് ഏതാണ്, ഡിസ്ട്രിക്ട് ഫോറം. അപ്പോൾ ഡിസ്ട്രിക്ട് ഫോറം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ വരുന്നത് ജില്ലാ അടിസ്ഥാനത്തിൽ വരുന്നതാണ്. അപ്പോൾ ജില്ലാ അടിസ്ഥാനത്തിൽ ഇപ്പം നമ്മളെ കോഴിക്കോട് ജില്ലയിൽ കൺസ്യൂമേഴ്സിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് എങ്ങനെയൊക്കെയാണ് ഡീൽ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് എസ്റ്റാബ്ലിഷസ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ ഫോറംസ് കോൾഡ് ഡിസ്ട്രിക്ട് ഫോറംസ് ഇൻ ഈച്ച് ഡിസ്ട്രിക്ട്. അപ്പോൾ ഇപ്പം ഗവൺമെൻറ്റിന് തോന്നുകയാണ് ഒരു ഡിസ്ട്രിക്ട് ഫോറം പോരാന്നുണ്ടെങ്കിൽ ദേ ക്യാൻ എസ്റ്റാബ്ലിഷ് മോർ ദാൻ 1 ഡിസ്ട്രിക്ട് ഫോറംസ് ഇൻ എ ഡിസ്ട്രിക്ട്. അപ്പം ഈ ഡിസ്ട്രിക്ട് ഫോറം കൺസിസ്റ്റ് ഓഫ്, അതിൻ്റെ കോമ്പോസിഷൻ എങ്ങനെയാണെന്നുള്ളതാണ് ആദ്യം പറയാൻ പോണത്. അപ്പോൾ ഈച്ച് ഡിസ്ട്രിക്ട് ഫോറം ഷാൽ കൺസിസ്റ്റ് ഓഫ് a person who is or has been or is qualified to be a district judge who shall be its president. അപ്പോൾ ഡിസ്ട്രിക്ട് ഫോറത്തിൻ്റെ പ്രസിഡൻറ്റ് എന്ന് പറയുന്നത് ആരായിരിക്കും, ഡിസ്ട്രിക്ട് ജഡ്ജായിരിക്കും. അപ്പോൾ ഈ ഡിസ്ട്രിക്ട് ജഡ്ജ് എന്ന് പറയുന്ന ആളാണ് ആരായിട്ടുള്ളത്, ഡിസ്ട്രിക്ട് ഫോറത്തിൻ്റെ പ്രസിഡൻ്റ് ആയിട്ടുണ്ടാവുക. പിന്നെ 2 മെമ്പേഴ്സും ഉണ്ടാവും. ഈ 2 മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള ക്വാളിഫിക്കേഷനാണെന്നാണ് പറയുന്നത്, ദേ ആർ ഓഫ് എബിലിറ്റി, ഇൻറ്റഗ്രിറ്റി ആൻഡ് സ്റ്റാൻഡിങ്. ഇനിയിപ്പം അതേപോലെ അവർക്ക് അത്യാവശ്യം എക്സ്പീരിയൻസും നോളജും ഉണ്ടായിരിക്കണം. ഏതൊക്കെ കാര്യങ്ങൾ ഡീൽ ചെയ്തിട്ടുള്ള എക്കണോമിക്സ്, ലോ, കോമേഴ്സ്, അക്കൗണ്ടൻസി, ഇൻഡസ്ട്രി, പബ്ലിക് അഫെയർസ് ഓർ അഡ്മിനിസ്ട്രേഷൻ. ഈ 2 ആളുകളിൽ ഒരാൾ ഒരു ലേഡി ആവുകയും വേണം. ഇതാണ് കോമ്പോസിഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം പ്രസിഡൻ്റ് എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് ജഡ്ജ് ആയിരിക്കും. പിന്നെ 2 മെമ്പേഴ്സിൽ ഒരാൾ ലേഡി ആയിരിക്കണം. ഈ 2 മെമ്പേഴ്സിന് ഉണ്ടാവേണ്ട ക്വാളിഫിക്കേഷൻസും ഓർത്തിരിക്കാം. ഇനി അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈച്ച് മെമ്പേഴ്സ് എന്ന് പറയുന്നത്, അതായത് അപ്പോയിൻമെൻറ്റ് ഉണ്ടല്ലോ, ഇവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാന്നാണ് പറയുന്നത്, ബൈ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് എ സെലക്ഷൻ കമ്മിറ്റി. ഇവരെ സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് അപ്പോയിൻറ്റ് ചെയ്യുക, പക്ഷേ ഇവരെ സെലക്ട് ചെയ്യാൻ വേണ്ടി ഒരു സെലക്ഷൻ കമ്മിറ്റി ഉണ്ടാവും. ആ സെലക്ഷൻ കമ്മിറ്റിയിലുള്ള അംഗങ്ങൾ ആരൊക്കെ ഇരിക്കും എന്ന് വെച്ചാൽ സ്റ്റേറ്റ് കമ്മീഷൻ, പ്രസിഡൻറ്റ് ഓഫ് സ്റ്റേറ്റ് കമ്മീഷൻ ചെയർമാൻ ആയിട്ടിരിക്കും. പിന്നെ സെക്രട്ടറി ലോ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റേറ്റ് ആസ് മെമ്പർ, ദെൻ സെക്രട്ടറി ഇൻ ചാർജ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഡീലിംഗ് വിത്ത് കൺസ്യൂമർ അഫെയേഴ്സ് ഇൻ ദ സ്റ്റേറ്റ് ആക്ട് ആസ് മെമ്പർ. ഒരു ചെയർമാനും 2 മെമ്പേഴ്സുമായിട്ട് അടങ്ങിയിരിക്കുന്ന ഒരു സെലക്ഷൻ കമ്മിറ്റിയാണ് ഡിസ്ട്രിക്ട് ഫോറത്തിലെ മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് മെമ്പേഴ്സ് ഓഫ് ഡിസ്ട്രിക്ട് ഫോറം നോക്കാം. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഡിസ്ട്രിക്ട് ഫോറത്തിൽ ഇവരെ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ഷാൽ ഹോൾഡ് ഓഫീസ് ഫോർ എ ടേം ഓഫ് 5 years ഓർ അപ് ടു ദ ഏജ് ഓഫ് 65 years വിച്ച് എവർ ഇസ് ഏർലിയർ. അപ്പോൾ 60 വയസ്സുള്ള ഒരാളെ അപ്പോയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ 59 വയസ്സുള്ള ഒരാളെ അപ്പോയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് 5 കൊല്ലം വരെ തുടരാം. മനസ്സിലായല്ലോ? ഇനിയിപ്പം 63 ഉള്ളതാണ് മാക്സിമം ലിമിറ്റ് എന്ന് പറയുക, ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 65 ആയാൽ അവർ റിട്ടയർ ചെയ്തോളണം. അപ്പോൾ ഇങ്ങനെയാണ് ഏജ് ലിമിറ്റ് പറയുന്നത്, അതായത് ടേംസ് ഓഫ് ദ മെമ്പേഴ്സ്. ഇനി മെമ്പേഴ്സ് മേ റിസൈൻ ഹിസ് ഓഫീസ് ഇൻ റൈറ്റിംഗ് അണ്ടർ ഹിസ് ഹാൻഡ് അഡ്രസ് ടു ദി സ്റ്റേറ്റ് ഗവൺമെൻറ്. When such resignation being accepted, the office will they shall become vacant and may be filled by the appointment of a person possessing any of the qualifications mentioned. Okay, അപ്പം റിസൈൻ ചെയ്യുകയാണെങ്കിൽ റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കുക ഗവൺമെൻറ്റിന്,
എന്നിട്ട് പോവുക. അപ്പോൾ അങ്ങനെ വരുന്ന വേക്കൻസീസ് ഇതേ ക്വാളിഫിക്കേഷനുള്ള ആളുകളെ തന്നെ വെച്ച് ഫില്ല് ചെയ്യും. ചില സമയത്ത് എന്താവുന്ന പറഞ്ഞാൽ ഗവൺമെൻറ് മേ റിമൂവ് ഫ്രം ഓഫീസ് ദ പ്രസിഡൻറ്റ് ഓർ എ മെമ്പർ ഓഫ് ദ ഡിസ്ട്രിക്ട് ഫോറം ഇഫ് ഹീസ് ഡിസ്ക്വാളിഫൈഡ് ആസ് പെർ റൂൾ 3(5) ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ റൂൾസ്. ചില സമയത്ത് ഗവൺമെൻറ്റിനെ റിമൂവ് ചെയ്യും, പ്രസിഡൻറ്റിനെയോ അല്ലെങ്കിൽ മെമ്പേഴ്സിനെയോ അവർ ഡിസ്ക്വാളിഫൈ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ. അങ്ങനെ വരുന്ന വേക്കൻസി, വെൻ എ വേക്കൻസി ഒക്കേഴ്സ് ഇൻ ദ ഓഫീസ് ഓഫ് ദ പ്രസിഡൻറ്റ്, then the senior most member shall discharge the functions of the president until the new one is appointed. ഇനി സാലറി ആൻഡ് ഓണറേറിയം എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്, ഇറ്റ് ഷാൾ ബി ആസ് സച്ച് മേ ബി പ്രിസ്ക്രൈബ് ബൈ ദി സ്റ്റേറ്റ് ഗവൺമെൻറ്. ഓക്കെ, അതാണ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ഡിസ്ട്രിക്ട് ഫോറം. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓഫീസ് ആൻഡ് പ്ലേസ് ഓഫ് സിറ്റിംഗ് ഓഫ് ഡിസ്ട്രിക്ട് ഫോറം. എവിടെയാണ് അതിൻ്റെ ഓഫീസും സിറ്റിംഗ് എന്നൊക്കെ നോക്കാം. ഓഫീസ് ഓഫ് ദ ഡിസ്ട്രിക്ട് ഫോറം എന്ന് പറയുന്നത് ഇറ്റ് ഷാൾ ബി ലൊക്കേറ്റഡ് അറ്റ് ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ദി ഡിസ്ട്രിക്ട്. പിന്നെ പറയുന്നത് വർക്കിംഗ് ഡേയ്സ് ആൻഡ് ഓഫീസ് അവേഴ്സ് എന്ന് പറയുന്നത് എന്താ, ഇറ്റ് ഇസ് സെയിം ആസ് ദാറ്റ് ഓഫ് ദി ഗവൺമെൻറ് ഓഫീസസ്. പിന്നെ ഒഫീഷ്യൽ സീൽ ആൻഡ് എംപ്ലം ഇറ്റ് ഷാൾ ബി ആസ് ദ ഗവൺമെൻറ് മേ സ്പെസിഫൈ. എല്ലാം ഇത് ഗവൺമെൻറ്റിൻ്റെ ഇത് പ്രകാരം തന്നെയാണ് പോണത്. പിന്നെ സിറ്റിംഗ് ഓഫ് ദ ഡിസ്ട്രിക്ട് ഫോറം എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഇറ്റ് ഷാൾ ബി കൺവീൻ ബൈ ദി പ്രസിഡൻറ്റ്. Then no act or proceeding of the district forum shall be invalid by reasons only of the existence of any vacancy among its members or any defect in its constitution. അപ്പം ഒരാളില്ല എന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും കാരണത്താലൊന്നും മീറ്റിംഗ് ഒന്നും നടക്കാതെ പോവില്ല. അതേപോലെ ഗവൺമെൻറ് ഷാൾ അപ്പോയിൻറ്റ് സച്ച് സ്റ്റാഫ് as may be necessary to assist the district forum in its day-to-day work and perform such other functions. അപ്പം ഇപ്പോൾ ഈ 3 പേര് നിർബന്ധമായിട്ടും വേണം ഡിസ്ട്രിക്ട് ഫോറത്തിൽ. പിന്നെ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടോ വേണമെങ്കിൽ സ്റ്റാഫിനെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്യാം. ഗവൺമെൻറ്റിന് തോന്നുകയാണ് ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ട പോലെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. പിന്നെ അവർക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ് നിശ്ചയിക്കുന്ന പ്രകാരമുള്ള സാലറിയൊക്കെ കിട്ടുകയും ചെയ്യും, സാലറി ഓർ ഓണറേറിയം. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസ്ട്രിക്ട് ഫോറത്തിൻ്റെ ജൂറിസ്ഡിക്ഷൻ ഓഫ് ദ ഡിസ്ട്രിക്ട് ഫോറാണ്. ജൂറിസ്ഡിക്ഷൻ, ദ ഡിസ്ട്രിക്ട് ഫോറം ഷാൾ ഹാവ് ജൂറിസ്ഡിക്ഷൻ ടു എൻ്റർടൈൻ കംപ്ലയിൻറ്റ്സ് where the value of goods or services and the compensation if any claimed does not exceed ₹20 lakh എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റിൽ 5 lakh ആണ് തന്നിട്ടുള്ളതെങ്കിൽ അത് കറക്റ്റ് ചെയ്തോളുക. എത്ര രൂപ വരെയുള്ള കംപ്ലയിൻറ്റുകളാണെങ്കിലാണ് ഡിസ്ട്രിക്ട് ഫോറത്തിൻ്റെ പരിധിയിൽ വരുന്നത് എന്നാണ് പറയുന്നത്, 20 ലക്ഷം രൂപ വരെയുള്ള. പണ്ട് 5 ലക്ഷം ആയിരുന്നു. അതാണ് ആ ടെക്സ്റ്റിൽ, LR-പോയിറ്റിൻ്റെ ടെക്സ്റ്റിൽ കഴിഞ്ഞ കൊല്ലം വരെ മാറ്റം വന്നിട്ടുണ്ടായിട്ടില്ല. അഥവാ മാറിയിട്ടുണ്ടെങ്കിൽ 5 lakh ആണെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് 20 lakh ആക്കണം. ഓക്കെ, ഇനി ദ കംപ്ലയിൻറ്റ് ഷാൾ ബി ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ എ ഡിസ്ട്രിക്ട് ഫോറം വിത്തിൻ ദ ലോക്കൽ ലിമിറ്റ്സ് ഓഫ് ഹൂസ് ജൂറിസ്ഡിക്ഷൻ. അപ്പം അങ്ങനെ എന്താ പറയുക, എങ്ങനെയാണ് കംപ്ലയിൻറ്റ് വരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഓപ്പോസിറ്റ് പാർട്ടി ഓർ ഈച്ച് ഓഫ് ദ ഓപ്പോസിറ്റ് പാർട്ടീസ് അറ്റ് ദ ടൈം ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ കംപ്ലയിൻറ്റ് ആക്ച്വലി ഓർ വോളണ്ടറിലി റിസൈഡ്സ് ഓർ ക്യാരീസ് ഓൺ ബിസിനസ് or has a branch of office or personally working for gain. അതായത് ഇവിടെ പറയുന്നത് ഡിസ്ട്രിക്ട് ഫോറം ഹാസ് ജോഗ്രഫിക്കൽ ജുറിസ്ഡിക്ഷൻ ഓവർ ദ ഫോളോയിങ് പ്ലേസസ് എന്നാണ് പറയുന്നത്. ഒന്ന് പറയുന്നത് വേർ ഓൾ ദ ഓപ്പോസിറ്റ് പാർട്ടീസ് ആർ അറ്റ് വൺ പ്ലേസ്. അതായത് അറ്റ് ദ ടൈം ഓഫ് ദ കംപ്ലയിൻറ്റ് ദ ഓപ്പോസിറ്റ് പാർട്ടി ഷുഡ് ബി ആക്ച്വലി ആൻഡ് വോളണ്ടറിലി റിസൈഡിങ് ഓർ ഡൂയിങ് ബിസിനസ് ഓർ വർക്കിംഗ് ഫോർ ഗെയിൻ. പിന്നെ പറയുന്നത് വേർ വൺ ഓഫ് ദ ഓപ്പോസിറ്റ് പാർട്ടീസ് ഇസ് അറ്റ് വൺ പ്ലേസ്. അതായത് ഏതെങ്കിലും ഒരു പാർട്ടി മാത്രം, വെൻ വൺ ഓഫ് ദ പാർട്ടീസ് റിസൈഡ്സ് ഓർ ഡസ് ബിസിനസ് ഓർ വർക്ക്സ് ഫോർ ഗെയിൻ അറ്റ് എ പെർട്ടിക്കുലർ പ്ലേസ്, ദ കംപ്ലയിൻറ്റ് മേ ബി ഫയൽഡ് അറ്റ് ദാറ്റ് പ്ലേസ് either at the permission of the district forum or with the tacit consent of other parties. ഇനി at the place of course of action, അതായത് complaint can be filed at the place where the course of action in full or in part arose. അതായത് കൺസ്യൂമർ ക്യാൻ ലോഡ്ജ് എ കംപ്ലയിൻറ്റ് വിത്ത് ദ ഡിസ്ട്രിക്ട് ഫോറം ഇഫ് ദ ട്രേഡർ അഡോപ്റ്റഡ്. എപ്പോഴൊക്കെയാണ് ഈ കംപ്ലയിൻറ്റ് ഇങ്ങനെ കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് പറയുന്നത്. ട്രേഡർ അഡോപ്റ്റഡ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് ഓർ റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ്, അല്ലെങ്കിൽ ഗുഡ്സ് ആർ ഡിഫക്റ്റീവ് ആൻഡ് സർവീസസ് പ്രൊവൈഡഡ് ആർ ഡെഫിഷ്യൻറ്റ് ഇൻ എനി റെസ്പെക്റ്റ്,
then the price charged is in excess of the price fixed, അതേപോലെ ഗുഡ്സ് വിൽ ടേൺ as adders to life and property if used. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു കാരണം വന്നിട്ടുണ്ടെങ്കിൽ പാർട്ടിക്ക് എന്താക്കാം എന്നാണ് പറയുന്നത്, അവരുടെ ജൂറിസ്ഡിക്ഷനിൽ വരുന്ന ആ ഡിസ്ട്രിക്റ്റ് ഏതാണോ അതിൻ്റെ ഉള്ളിൽ അവർക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാം. ശ്രദ്ധിക്കുക, എത്ര വരെയുള്ള കംപ്ലയിൻറ്റ്സ് ആണെങ്കിലാണെന്നാണ് പറയുന്നത്, 20 ലക്ഷം രൂപ വരെ വരുന്ന കംപ്ലൈൻറ്റുകളാണെങ്കിൽ ഡിസ്ട്രിക്ട് ഫോറത്തിൽ കൊടുത്താൽ മതി. ഓക്കെ, ഇനി എങ്ങനെയാണ് ദ പ്രൊസീജിയർ ഫോർ ഫയലിംഗ് കംപ്ലയിൻ്റ് ആണ് ഇനി നോക്കാൻ പോണത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പറയുന്നത് ഹു ക്യാൻ കംപ്ലയിൻറ്റ് എന്നുള്ളതാണ്. ആർക്കാ ഹു ക്യാൻ ഫയൽ എ കംപ്ലയിൻറ്റ്? കൺസ്യൂമർ ടു ഹൂം ഗുഡ്സ് ഓർ സർവീസസ് ഇസ് ഡെലിവേർഡ്, അല്ലെങ്കിൽ എനി റെക്കഗ്നൈസ്ഡ് കൺസ്യൂമർ അസോസിയേഷൻ, അല്ലെങ്കിൽ എനി ഓർ മോർ കൺസ്യൂമേഴ്സ് ആൻഡ് ദ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ്. ഈ 4 കൂട്ടർക്ക് ഫയൽ ചെയ്യാൻ പറ്റും കംപ്ലയിൻറ്റ്. ഓക്കെ, ഇൻഡിവിജ്വൽ കൺസ്യൂമേഴ്സിന് ഫയൽ ചെയ്യാം, റെക്കഗ്നൈസ്ഡ് കൺസ്യൂമർ അസോസിയേഷൻ ഉണ്ടെങ്കിൽ ചെയ്യാം, പിന്നെ ഒന്നിലധികം കൺസ്യൂമേഴ്സിന് പ്രശ്നം ഉണ്ടെങ്കിൽ ചെയ്യാം, സെൻട്രൽ ഗവൺമെൻറ്റിനോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോ കംപ്ലയിൻറ്റ് കൊടുക്കാം. ക്ലിയർ ആണോ? ഇനി ദ മാനർ ഓഫ് ഫയലിംഗ് ദ കംപ്ലയിൻറ്റ് ആൻഡ് ദ കണ്ടൻസ് ഓഫ് ദ കംപ്ലയിൻറ്റ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത്. A complaint containing the following particulars shall be presented to the complainant in person or by his agent or be sent by registered post. അപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ കംപ്ലൈനൻറ്റ് എന്താക്കണം, ഒന്നുകിൽ നേരിട്ട് പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ഏജൻറ്റിന് വിടാം, അല്ലെങ്കിൽ രജിസ്റ്റേർഡ് പോസ്റ്റായിട്ട് കംപ്ലയിൻറ്റ് അയക്കാം. അതിൽ എന്തൊക്കെ വേണം എന്നുള്ളതാണ് പറയുന്നത്. ദ നെയിം, ഡിസ്ക്രിപ്ഷൻ ആൻഡ് അഡ്രസ് ഓഫ് ദി കംപ്ലൈനൻ്റ് ഉണ്ടായിരിക്കണം. ദ നെയിം, ഡിസ്ക്രിപ്ഷൻ ആൻഡ് അഡ്രസ് ഓഫ് ദ ഓപ്പോസിറ്റ് പാർട്ടി ഓർ പാർട്ടീസ്. ആർക്കെതിരെയാണോ നിങ്ങൾ കംപ്ലയിൻറ്റ് കൊടുക്കുകയെന്ന് വെച്ചാൽ ആ പാർട്ടീൻ്റെ പേര്, ആ ട്രേഡർ ആണെങ്കിൽ ട്രേഡറിൻ്റെ പേര്, പിന്നെ ദ ഫാക്ട്സ് റിലേറ്റിംഗ് ടു കംപ്ലയിൻറ്റ് ആൻഡ് വെൻ ആൻഡ് വേർ ഇറ്റ് എറോസ്. എന്താണ് പ്രശ്നം എന്നുള്ളത്, ഇപ്പം വില കൂടി വിൽക്കുകയാണെങ്കിൽ അത്, അല്ലെങ്കിൽ എന്താ ഹസാർഡസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ അത്. അപ്പോൾ ദ ഫാക്ട്സ് ഷുഡ് ബി മെൻഷൻഡ് ഇൻ ദ കംപ്ലയിൻറ്റ്. ദെൻ ദ ഡോക്യുമെൻറ്റ്സ് ഇൻ സപ്പോർട്ട് ഓഫ് ആലിഗേഷൻസ് കണ്ടെയ്ൻഡ് ഇൻ ദ കംപ്ലയിൻറ്റ്. ഈ നിങ്ങൾ വെറുതെ കംപ്ലയിൻറ്റ് കൊടുത്താൽ മാത്രം പോരാ, അപ്പോൾ അതിൻ്റെ പ്രൂഫായിട്ട്, ഇപ്പോൾ വില കൂട്ടിയെടുക്കുകയാണെങ്കിൽ നമ്മളെ ബില്ല് ഉണ്ടാകുമല്ലോ, ബില്ല് വെക്കാം. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ഡേറ്റ് കഴിഞ്ഞ സാധനമാണെങ്കിൽ നമ്മൾ പാക്കറ്റിൻ്റെ മുകളിൽ ഉണ്ടാവുമല്ലോ, അതൊക്കെ വെച്ചിട്ട് കൊടുക്കാം. ദെൻ ദ റിലീഫ് വിച്ച് ദ കംപ്ലയിൻറ്റ് ക്ലെയിംസ്. അപ്പോൾ ദ കംപ്ലയിൻറ്റ് ഷുഡ് ബി സൈൻഡ് ബൈ ദ കംപ്ലൈനൻറ്റ് ഓർ ഹിസ് ഓതറൈസ്ഡ് ഏജൻറ്റ് എന്നാണ് പറയുന്നത്. ഇനി എങ്ങനെയാണ് ദ പ്രൊസീജിയർ ഫോർ ഡിസ്പോസിങ് ഓഫ് കംപ്ലയിൻറ്റ്സ്? ഈ ഡിസ്ട്രിക്ട് ഫോറം എങ്ങനെയാണ് ഈ കംപ്ലയിൻറ്റ്സ് ഡിസ്പോസ് ചെയ്യുക നോക്കാം. ദ കംപ്ലയിൻറ്റ് മെയ്ഡ് ടു ദ ഡിസ്ട്രിക്ട് ഫോറം അണ്ടർ സെക്ഷൻ 12 ഇസ് സിമിലർ ടു എ കംപ്ലയിൻറ്റ് ഫയൽഡ് ബിഫോർ എ സിവിൽ കോർട്ട്. അപ്പോൾ ദ പ്രൊസീജിയർ ടു ബി ഫോളോഡ് ബൈ ദ ഡിസ്ട്രിക്ട് ഫോറം ഓൺ റെസിപ്റ്റ് ഓഫ് കംപ്ലയിൻറ്റ് മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2. അപ്പോൾ 2 തരത്തിലുള്ള കംപ്ലയിൻ്റ് ആണ് ഡിസ്ട്രിക്ട് ഫോറത്തിന് കിട്ടുക. ഒന്നുകിൽ എങ്ങനത്തേതാവാം, കംപ്ലയിൻറ്റ്സ് റിലേറ്റിംഗ് ടു ഗുഡ്സ് റെഫറിങ് സാമ്പിൾസ് ടു ലാബ്, അതായത് കംപ്ലയിൻറ്റ്സ് റിലേറ്റിംഗ് ടു ഗുഡ്സ് ആവാം, അല്ലെങ്കിൽ കംപ്ലയിൻറ്റ്സ് റിലേറ്റിംഗ് ടു സർവീസസ് ആവാം. അപ്പോൾ കംപ്ലയിൻറ്റ്സ് റിലേറ്റിംഗ് ടു ഗുഡ്സ് ആണെങ്കിൽ അത് ചിലത് എങ്ങനെ ഉണ്ടാവും, റെഫറിങ് സാമ്പിൾസ് ടു ലാബ് ഉണ്ടാവും, പിന്നെ ചിലത് ഫീ ഫോർ അനാലിസിസ്, അങ്ങനെ എങ്ങനെ വേണമെങ്കിലും വരാം. ചിലത് ലാബിലൊക്കെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യേണ്ടതാവാം, ചിലത് ഫ്രീ ഫോർ അനാലിസിസ് ഓർ ടെസ്റ്റ് ആവാം, അല്ലെങ്കിൽ റിപ്പോർട്ട് ഓഫ് അനാലിസിസ് ഓർ ടെസ്റ്റ്. എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം 3 തരത്തിലുള്ള ഗുഡ്സ് ആണെങ്കിൽ. അപ്പം ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്. When the opposite party on receipt of the complaint referred to him denies or dispute the allegations contained in the complaint or omits or fails to take any action to represent his case within the time given by the district forum, the district forum shall proceed to settle the consumer dispute in the following manner എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം ഡിസ്ട്രിക്ട് ഫോറം എന്ത്, ഈ കംപ്ലയിൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിൻ്റെ ഒരു കോപ്പി ഓപ്പോസിറ്റ് പാർട്ടിക്ക് അയച്ചു കൊടുക്കും. എന്നിട്ട് അവരോട് ആക്ഷൻ എടുക്കാൻ പറയുക ചെയ്യാൻ, അവരുടെ വാദം കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു 30 ദിവസത്തെ പീരീഡും കൊടുക്കും. വിത്തിൻ എ പീരീഡ് ഓഫ് 30 days or such period it should not exceeded 15 days as may be granted by district forum എന്നാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും 30 ദിവസത്തെ കാലാവധിയാണ് കൊടുക്കുക. ചില സമയത്ത് ഒരു 15 ദിവസം കൂടെ നീട്ടിക്കൊടുക്കും, അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. പക്ഷേ അവർ ഡിനൈ ചെയ്യാണ്, അതായത് മറ്റേ പാർട്ടി പറയണം ഞങ്ങൾ അങ്ങനത്തെ സാധനങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഇഫ് ദേ ഡിനൈസ് എ കംപ്ലയിൻറ്റ്, അങ്ങനെ ആവുന്ന സമയത്താണ് ഡിസ്ട്രിക്ട് ഫോറം ഇടപെട്ടിട്ട് അവരെന്ത് ചെയ്യും,
ഫർദർ ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പോകും. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നത് വെച്ചാൽ റെഫറിങ് സാമ്പിൾസ് ടു ലാബ്, അതായത് വെറുതെ കംപ്ലയിൻറ്റ് എലിഗസ് എ ഡിഫക്റ്റ് ഇൻ ദ ഗുഡ്സ് വിച്ച് കനോട്ട് ബി ഡിറ്റർമിൻഡ് without proper analysis or test of goods, the district forum shall contain a sample of goods from the complainant, seal it and authenticate it in the manner prescribed. അപ്പം ഈ ഗുഡ്സ് എന്ത് ചെയ്യുന്നു വെച്ചാൽ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഡിസ്ട്രിക്ട് ഫോറം സീൽ ചെയ്ത് ദ സാമ്പിൾ സോ സീൽഡ് ഷൽ റെഫർ ടു ദി അപ്രോപ്രിയേറ്റ് ലാബ്. അപ്പോൾ ലാബിൻ്റെ അടുത്ത് അനാലിസിസിന് വേണ്ടി കൊടുക്കും with a view to finding out whether such goods suffers from any defect. Okay. The findings thereon shall be reported to the district forum within a period of 45 days of reference or within such extended period as may be granted by the district forum എന്നാണ് പറയുന്നത്. അപ്പോൾ ലാബിൻ്റെ അടുത്തുനിന്ന് 40 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് കിട്ടണം. ആ രീതിയിലാണ് അവർ ഇത് കൊടുക്കുക. ഇനി ഫീ ഫോർ ടെസ്റ്റ് ഓർ അനാലിസിസ്, ടെസ്റ്റിനുള്ള ഈ ലാബിൽ ടെസ്റ്റ് ചെയ്യേണ്ട ഫീയും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളതാണ്. ബിഫോർ എനി സാമ്പിൾ ഓഫ് ഗുഡ്സ് ഇസ് റെഫേർഡ് ടു എനി അപ്രോപ്രിയേറ്റ് ലാബ്, ദ ഡിസ്ട്രിക്ട് ഫോറം മെ റിക്വയർ ദ കംപ്ലൈനൻറ്റ് ടു ഡെപ്പോസിറ്റ് ടു ദ ക്രെഡിറ്റ് ഓഫ് ദ ഫോറം സച്ച് ഫീസ് ആസ് മേ ബി സ്പെസിഫൈഡ് for payment to the appropriate lab for carrying out the test. But the district forum shall remit the amount deposited to its credit to the appropriate lab to enable to carry out the analysis. അപ്പോൾ ഈ ടെസ്റ്റ് നടത്താനുള്ള തുക ആര് കൊടുക്കണം എന്നാണ് പറയുന്നത്? കൺസ്യൂമേഴ്സ് റെമിറ്റ് ചെയ്യണം. ഓക്കെ. ഇനി റിപ്പോർട്ട് ഓഫ് അനാലിസിസ് ഓർ ടെസ്റ്റ്, അങ്ങനെ ഓൺ റിസിപ്റ്റ് ഓഫ് ദ റിപ്പോർട്ട് ഫ്രം ദ ലാബ് ദ ഡിസ്ട്രിക്ട് ഫോറം ഷാൾ ഫോർവേഡ് എ കോപ്പി ഓഫ് ദ റിപ്പോർട്ട് ടു ദി ഓപ്പോസിറ്റ് പാർട്ടി. അപ്പോൾ എങ്ങനെ ടെസ്റ്റ് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോപ്പി എന്ത് ചെയ്ത് കൊടുക്കും? ആരാണോ ഇങ്ങനെ ഏത് ട്രേഡറുടെ അടുത്തു നിന്നാണോ ഈ കംപ്ലയിൻറ്റ് വന്നിരിക്കുന്നത് അവർക്ക് അയച്ചു കൊടുക്കും. ഇന്ന പ്രശ്നങ്ങളുണ്ടല്ലോ നിങ്ങളെ ഗുഡ്സിന് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇഫ് any of the parties disputes the correctness of the findings of the appropriate lab or disputes the correctness of the methods of analysis or test adopted by the lab, district forum shall require the opposite party or complainant to submit in writing objections in regard to the report. അപ്പോൾ ഈ റിപ്പോർട്ടിൽ എന്തെങ്കിലും ഒരു അവർക്ക് ഒബ്ജെക്ഷൻസ് ഉണ്ടെങ്കിൽ, ഇപ്പം കംപ്ലൈനൻറ്റിനാണ് ഒബ്ജെക്ഷൻ വരുന്നതെന്ന് വെച്ചാൽ അവരുടെ അടുത്ത് നിന്ന് അവരെ വാദം എഴുതി വാങ്ങിക്കും. നേരെ മറിച്ചിട്ട് ഈ ട്രേഡർക്ക് കൊടുത്ത സമയത്ത് ട്രേഡർ അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അവരതും വാങ്ങിക്കും. അപ്പോൾ ഡിസ്ട്രിക്ട് ഫോറം ഷാൾ ദെയർ ആഫ്റ്റർ ഗിവ് എ റീസണബിൾ ഓപ്പർച്യൂണിറ്റി ടു ദ കംപ്ലൈനൻറ്റ് ആസ് വെൽ ആസ് ദ ഓപ്പോസിറ്റ് പാർട്ടി ഓഫ് ബീങ് ഹേർഡ് as to the correctness or otherwise of the report made by the appropriate lab and also as to objection made in relation thereto and issue an appropriate order. അപ്പോൾ രണ്ട് ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ കേൾക്കാനുണ്ടെങ്കിൽ അതൊക്കെ കേട്ട് കഴിഞ്ഞതിന് ശേഷം അപ്രോപ്രിയേറ്റ് ഓർഡർ പാസ്സാക്കും. ഓക്കെ. അപ്പോൾ ഗുഡ്സിനെ കുറിച്ചിട്ടുള്ള കംപ്ലയിൻ്റ് ആണെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി നേരെ മറിച്ചിട്ട് കംപ്ലയിൻറ്റ്സ് റിലേറ്റിംഗ് ടു സർവീസസ് ആണെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം. കംപ്ലയിൻറ്റ്സ് റിലേറ്റിംഗ് ടു സർവീസസ് ആണെങ്കിൽ എങ്ങനെയാണ് വരിക എന്നറിയാം. ഇൻ റെസ്പെക്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റെഫർ എ കോപ്പി ഓഫ് സച്ച് കംപ്ലയിൻറ്റ് ടു ദ ഓപ്പോസിറ്റ് പാർട്ടി ഡയറക്റ്റിംഗ് ഹിം ടു ഗിവ് ഹിസ് വേർഷൻ ഓഫ് ദി കേസ് വിത്തിൻ എ പീരിയഡ് ഓഫ് 30 days ഓർ സച്ച് എക്സ്റ്റെൻഡഡ് പീരിയഡ് നോട്ട് എക്സീഡിങ് 15 days എന്നാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 30 ദിവസത്തിനുള്ളിൽ എന്താണ് പ്രശ്നം എന്നുള്ളതാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സമയപരിധി കൊടുക്കും. ചിലപ്പോൾ 15 ദിവസം കൂടെ നീട്ടിക്കൊടുത്തെന്ന് വരും. അപ്പം വെൻ ദ ഓപ്പോസിറ്റ് പാർട്ടി ഓൺ റെസിപ്റ്റ് ഓഫ് എ കോപ്പി ഓഫ് ദ കംപ്ലയിൻറ്റ് ഇഫ് ഹി ഡിനൈസ് ഓർ ഡിസ്പ്യൂട്ട് ദ അലിഗേഷൻസ് കണ്ടെയ്ൻഡ് ഇൻ ദി കംപ്ലയിൻറ്റ് ഓർ ഒമിറ്റ്സ് ഓർ ഫെയിൽസ് ടു ടേക്ക് എനി ആക്ഷൻ അഗെയിൻസ്റ്റ് അല്ലെങ്കിൽ ആക്ഷൻ ടു റെപ്രസെൻറ്റ് ഹിസ് കേസ് വിത്തിൻ ദ ടൈം പീരിയഡ് ഗിവൺ ബൈ ദി ഡിസ്ട്രിക്ട് ഫോറം ദേ ഷാൾ പ്രൊസീഡ് ടു സെറ്റിൽ ദ കൺസ്യൂമർ ഡിസ്പ്യൂട്ട്. അപ്പം ആദ്യം തന്നെ ആർക്കെതിരെയാണോ കംപ്ലയിൻറ്റ് കൊടുത്തിരിക്കുന്നത് അവർക്ക് തന്നെയാണ് ഇത് കൊടുക്കുക. എന്നിട്ടൊരു 30 ദിവസമാണ് സാധാരണ കൊടുക്കുക. ചില കേസിൽ 15 ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അവരുടെ ഇതും കൂടെ കേൾക്കാൻ വേണ്ടിയിട്ട് കൊടുക്കും. അപ്പോൾ അവരിപ്പോൾ പറയുകയാണ് ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഡിനൈ ചെയ്യുകയാണെങ്കിൽ ഇവരെന്താ ചെയ്യാന്നറിയോ? എങ്ങനെയാണ് ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യാന്ന് വെച്ചാൽ on the basis of evidence brought to its notice by the complainant and the opposite party where the opposite party denies or dispute the allegations contained in the complaint, or on the basis of evidence brought to its notice by the complainant where the opposite party
omits or fails to take any action to represent his case within the time given by the forum എന്നാണ് പറയുന്നത്. അപ്പം വേർ ദ ഓപ്പോസിറ്റ് പാർട്ടി അഡ്മിറ്റ്സ് ദ ആലിഗേഷൻസ് മെയ്ഡ് ബൈ ദി കംപ്ലൈനൻറ്റ്, ഡിസ്ട്രിക്ട് ഫോറം ഷാൽ ഡിസൈഡ് ദ കംപ്ലൈൻറ്റ് ഓൺ ദ ബേസിസ് ഓഫ് മെറിറ്റ്സ് ഓഫ് ദ കേസ് ആൻഡ് ഡോക്യുമെൻറ്റ്സ് ബിഫോർ ഇറ്റ്. അപ്പം അഡ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇഫ് ഡ്യൂറിങ് ദ പ്രൊസീഡിങ്സ് കണ്ടക്റ്റഡ് അണ്ടർ സെക്ഷൻ 13 ഓഫ് ദി ആക്ട്, ഡിസ്ട്രിക്ട് ഫോറം ഫിക്സസ് എ ഡേറ്റ് ഫോർ ഹിയറിംഗ് ദ parties, it shall be obligatory on the complainant and opposite party or its authorized agent to appear before the district forum. അപ്പോൾ ഒരു വാദം കേൾക്കാൻ വേണ്ടി ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്ന് ഈ കൂട്ടർ ഹാജരാകണം ഡിസ്ട്രിക്ട് ഫോറത്തിൻ്റെ മുന്നിൽ. അപ്പോൾ ഇത്രയൊക്കെ ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ എപ്പോഴും കംപ്ലയിൻറ്റ്സ് റിലേറ്റിംഗ് ടു സർവീസസ് ആണെങ്കിൽ എന്തിൻ്റെ ബേസിലാണെന്നാണ് പറയുന്നത്? ഓൺ ദ ബേസിസ് ഓഫ് എവിഡൻസ് ബ്രോട്ട് ടു ഇറ്റ്സ് നോട്ടീസ് ബൈ ദി കംപ്ലൈനൻറ്റ് ആൻഡ് ദ ഓപ്പോസിറ്റ് പാർട്ടി വേർ ദ ഓപ്പോസിറ്റ് പാർട്ടി ഡിനൈസ് ഓർ ഡിസ്പ്യൂട്ട്. അപ്പോൾ എന്താണോ കംപ്ലൈനൻറ്റ് കൊണ്ടുവന്നിട്ടുള്ള എവിഡൻസ്, തെളിവ് എന്താണോ അതിൻ്റെ ബേസിസിലാണ് പ്രൊസീഡ് ചെയ്യുക. ഇനിയിപ്പം ഓപ്പോസിറ്റ് പാർട്ടി അത് ഡിനൈ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ എവിഡൻസും നോക്കും. അതാണ് അവിടെ പറയുന്നത്. ഇനി ഓൺ ദ ബേസിസ് ഓഫ് എവിഡൻസ് ബ്രോട്ട് ടു ഇറ്റ്സ് നോട്ടീസ് ബൈ ദ കംപ്ലൈനൻറ്റ് വേർ ദ ഓപ്പോസിറ്റ് പാർട്ടി ഒമിറ്റ്സ് ഓർ ഫെയിൽസ് ടു ടേക്ക് എനി ആക്ഷൻ ടു റെപ്രസെൻറ്റ് ഹിസ് കേസ് വിത്തിൻ ദ ടൈം ഗിവൺ ബൈ ഹിം. അപ്പോൾ കംപ്ലയിൻറ്റ്സ് റിലേറ്റഡ് ടു സർവീസസ് അങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ നോക്കാൻ പോണത് ഫൈൻഡിങ്സ് ഓഫ് ദ ഡിസ്ട്രിക്ട് ഫോറം. അതായത് എന്തൊക്കെ റിലീഫാണ് കൺസ്യൂമേഴ്സിന് കിട്ടുക അങ്ങനെ കംപ്ലയിൻ്റ് ഒക്കെ ഇതായിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇഫ് ആഫ്റ്റർ ദ പ്രൊസീഡ്സ് കണ്ടക്റ്റഡ് അണ്ടർ സെക്ഷൻ 13 ദ ഡിസ്ട്രിക്ട് ഫോറം ഇസ് സാറ്റിസ്ഫൈഡ് the goods complaint against suffers any of the defects specified in the complaint, it shall issue an order to the opposite party to do one or more of the things. അപ്പം കൺസ്യൂമർ കൊടുത്ത കംപ്ലയിൻറ്റ് പ്രകാരം കംപ്ലയിൻറ്റ്സ് ഒക്കെ ഉണ്ടായി എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് പാർട്ടിക്ക് ഇതൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു നോട്ടീസാണ് കൊടുക്കുക. എന്തൊക്കെയാണ്? ടു റിമൂവ് ദ ഡിഫക്ട്സ് ഇൻ ദ ഗുഡ്സ് ഓർ സർവീസസ്. ഒന്നുകിൽ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസിനുള്ള ഡിഫക്റ്റ് റിമൂവ് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ ടു റീപ്ലേസ് ഗുഡ്സ് വിത്ത് ന്യൂ ഗുഡ്സ് റീപ്ലേസ് ചെയ്യാൻ പറയും. ടു റിട്ടേൺ ദ കംപ്ലൈനൻസ് ദ പ്രൈസ്, അല്ലെങ്കിൽ കംപ്ലൈനൻറ്റിൻ്റെ പ്രൈസ് തിരിച്ചു കൊടുക്കാൻ പറയും. നോട്ട് ടു ഓഫർ ഹസാർഡസ് goods for sale, then to withdraw hazardous goods from being offered. ഇനി അങ്ങനെയുള്ള ആളുകളുടെ ജീവന് അപായപ്പെടുത്തുന്ന രീതിയിലുള്ള ഗുഡ്സ് ഒന്നും വെക്കരുത്. അഥവാ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റാൻ ആവശ്യപ്പെടും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഫൈൻഡിങ്സിൽ വരുന്നത്. ഇനി പിന്നെ പറയുന്നത് എന്താ വെച്ചാൽ അപ്പീൽസ് അഗെയിൻസ്റ്റ് ഓർഡേഴ്സ് ഓഫ് ദ ഡിസ്ട്രിക്ട് ഫോറാണ്. അപ്പോൾ അപ്പീൽസ് അഗെയിൻസ്റ്റ് ദ ഓർഡേഴ്സ് ഓഫ് ഡിസ്ട്രിക്ട് ഫോറം എന്ന് പറഞ്ഞാൽ എനി പേഴ്സൺ അഗ്രീഡ് ബൈ എൻ ഓർഡർ മെയ്ഡ് ബൈ ദ ഡിസ്ട്രിക്ട് ഫോറം മേ പ്രിഫർ എൻ അപ്പീൽ അഗെയിൻസ്റ്റ് സച്ച് ഓർഡർ ടു ദ സ്റ്റേറ്റ് കമ്മീഷൻ വിത്തിൻ എ പീരീഡ് ഓഫ് 30 days ഫ്രം ദ ഡേറ്റ് ഓഫ് ഓർഡർ. അതായത് ഇപ്പം ഇങ്ങനെ എന്താ പറയുക, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി അതിനെതിരെ അപ്പീൽ പോകാമെന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ? അപ്പോൾ അങ്ങനെ അപ്പീൽ പോകണമെന്നുണ്ട്. ഇപ്പം നമ്മളെ ഡിസ്ട്രിക്ട് ഫോറത്തിൻ്റെ ഇതിൽ ഇതാവാഞ്ഞിട്ട് അവർ ചിലപ്പോൾ എന്ത് ചെയ്യും, സ്റ്റേറ്റ് കമ്മീഷൻ അപ്പീൽ കൊടുക്കണമെന്നുണ്ടാവും. ഇവരുടെ ഈ ഓർഡറിൽ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അത് സ്റ്റേറ്റ് കമ്മീഷൻ്റെ ഇതിൽ പോകണമെന്നുണ്ടെങ്കിൽ എത്ര ദിവസത്തിനുള്ളിൽ പോകണം എന്നാണ് പറയുന്നത്? 30 days ഓഫ് ദാറ്റ് ഓർഡർ. ഓക്കെ, നമ്മൾ ജുഡീഷ്യൽ പവേഴ്സ് ഓഫ് ഡിസ്ട്രിക്ട് ഫോറം പറയുന്നുണ്ട്. ഈ ജുഡീഷ്യൽ പവേഴ്സിൽ എന്തൊക്കെയാണ് പറയുന്നതെന്ന് വെച്ചാൽ ദ ഡിസ്ട്രിക്ട് ഫോറം ഷാൽ ഹാവ് ദ സെയിം പവേഴ്സ് ആസ് ആർ വെസ്റ്റഡ് ഇൻ ദ സിവിൽ കോർട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് ഡിസ്ട്രിക്ട് ഫോറം ക്യാൻ സമ്മൺ ആൻഡ് എൻഫോഴ്സ് അറ്റൻഡൻസ് ഓഫ് എനി ഡിഫെൻഡൻറ്റ് ഓർ വിറ്റ്നസ് ആൻഡ് എക്സാമിൻ ദ വിറ്റ്നസ് ഓർ ഓത്ത്. Then discover and produce any document or other material object which could be produced as evidence. Then receive evidence on affidavits. A requisition report of concerned analysis or test from lab or other relevant sources. Issue commission to examine any witness. അതേപോലെ ഡിസ്ട്രിക്ട് ഫോറം ക്യാൻ ഡീൽ വിത്ത് എനി അതർ മാറ്റേഴ്സ് പ്രിസ്ക്രൈബ്ഡ്. അതായത് ഇൻ സെറ്റിംഗ് ഡിസ്പ്യൂട്ട് ഡിസ്ട്രിക്ട് ഫോറം എൻജോയ്സ് ദ പവേഴ്സ് ആസ് ദോസ് ഇൻ ദി സിവിൽ കോർട്ട് അണ്ടർ ദ കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ 1908 എന്നാണ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോണത് സ്റ്റേറ്റ് കമ്മീഷൻ. അപ്പോൾ 20 ലക്ഷം രൂപ വരെ വരുന്ന കംപ്ലയിൻറ്റ്സ് ആണ്, അത്ര വില മതിക്കുന്ന ഗുഡ്സിൻ്റെ മുകളിലൊക്കെ ഉള്ള കംപ്ലയിൻറ്റ്സ് ആണെങ്കിൽ ഡിസ്ട്രിക്ട് ഫോറത്തിൽ പോവാം. അടുത്തത് സ്റ്റേറ്റ് കമ്മീഷനാണ് നോക്കാൻ പോണത്. സ്റ്റേറ്റ് കമ്മീഷൻ്റെ കോമ്പസിഷനാണ് ആദ്യം തന്നെ പറയുന്നത്. ഈച്ച് സ്റ്റേറ്റ് കമ്മീഷൻ ഷാൾ കൺസിസ്റ്റ് ഓഫ് എ പേഴ്സൺ
ഹൂ ഇസ് ഓർ ഹാസ് ബീൻ എ ജഡ്ജ് ഓഫ് ഹൈക്കോർട്ട്. നേരത്തെ നമ്മൾ പറഞ്ഞത് ഡിസ്ട്രിക്ട് ഫോറത്തിലെ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് ആരായിരുന്നു? ഡിസ്ട്രിക്ട് ജഡ്ജ് ആയിരുന്നു. ഇനിയിപ്പം സ്റ്റേറ്റ് കമ്മീഷൻ എത്തുമ്പം അവിടുത്തെ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് ആരാണ്? ഹൈക്കോർട്ടിലൊരു ജഡ്ജി ആയിരിക്കും. മനസ്സിലായോ? അതുവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. പിന്നെ 2 മെമ്പേഴ്സ് ഉണ്ടാവും. നേരത്തെ പോലെ തന്നെ കോമ്പസിഷൻ വരുന്നത് മാറ്റമൊന്നുമില്ല. അങ്ങനെ ഓർത്തോർത്ത് പഠിച്ചു വെച്ചാൽ മതി. ഡിസ്ട്രിക്ട് 4 ആണ്, ഡിസ്ട്രിക്ട് ജഡ്ജ് ആയിരിക്കും പ്രസിഡൻറ്റ്, 2 മെമ്പേഴ്സ് ഉണ്ടാവും. ഇവിടെ സ്റ്റേറ്റ് കമ്മീഷൻ എത്തുന്ന സമയത്ത് ഹൈക്കോർട്ടിലെ ജഡ്ജ് ആയിരിക്കും പ്രസിഡൻ്റ് എന്ന് പറയുന്നത്. പിന്നെ 2 മെമ്പേഴ്സ് ഉണ്ടാവും. നേരത്തെ പറഞ്ഞ അതേ ക്വാളിഫിക്കേഷൻ തന്നെയാണ് 2 മെമ്പേഴ്സിന് പറയുന്നത്. അതിലൊരാൾ ലേഡി ആവണം എന്നുള്ള നിർബന്ധമുണ്ട്. ഇനി ഇവരെ അപ്പോയിൻറ്റ് ചെയ്യുന്ന കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ടാവും എന്നാണ് അടുത്ത് പറയുന്നത്. പ്രസിഡൻറ്റ് ഓഫ് ദ സ്റ്റേറ്റ് കമ്മീഷൻ ആസ് ചെയർമാൻ, സെക്രട്ടറി ഓഫ് ലോ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ദി സ്റ്റേറ്റ് ആസ് മെമ്പർ ആൻഡ് സെക്രട്ടറി ഇൻ ചാർജ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഡീലിംഗ് വിത്ത് കൺസ്യൂമർ അഫയേഴ്സ് ആസ് മെമ്പർ. അതായത് നേരത്തെ പറഞ്ഞ കോമ്പസിഷൻ തന്നെയാണ്. സ്റ്റേറ്റ് സെലക്ഷൻ കമ്മിറ്റിയിലുള്ള മെമ്പേഴ്സാണ് കേട്ടോ. ഇവരെല്ലാവരും കൂടെ കൂടിയിട്ടാണ് നമ്മളെ സ്റ്റേറ്റ് കമ്മീഷനിലെ മെമ്പേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾ പഠിച്ചില്ലെങ്കിലും വേണ്ടില്ല. പക്ഷേ കോമ്പസിഷൻ ഓഫ് സ്റ്റേറ്റ് കമ്മീഷൻ അറിഞ്ഞിരിക്കണം, 3 ആളുകൾ ആരൊക്കെയാണെന്നുള്ളത്. ഇനി ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് കമ്മീഷൻ നോക്കാം. എവറി മെമ്പർ ഓഫ് ദ സ്റ്റേറ്റ് കമ്മീഷൻ ഷാൾ ഹോൾഡ് ഓഫീസ് ഫോർ എ ടേം ഓഫ് 5 years ഓർ അപ് ടു ഏജ് ഓഫ് 65 years എന്നാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞ അതേ കാലയളവ് തന്നെയാണ് പറയുന്നത്. ഒന്നുകിൽ 65 വയസ്സാവുന്നത് വരെ, അല്ലെങ്കിൽ 5 വർഷക്കാലം, വിച്ച് എവർ ഇസ് ഏർലിയർ, ആൻഡ് ഷാൾ നോട്ട് ബി എലിജിബിൾ ഫോർ റീ അപ്പോയിൻമെൻറ്റ്. ഓർത്തിരുന്നോളാം. പിന്നെ എവറി വേക്കൻസി കോസ്ഡ് ബൈ റെസിഗ്നേഷൻ ഓർ റിമൂവൽ ഓഫ് ദ പ്രസിഡൻറ്റ് ഓർ എനി അതർ മെമ്പർ ഓഫ് ദി സ്റ്റേറ്റ് ഷാൾ ബി ഫിൽഡ് ബൈ ഫ്രഷ് അപ്പോയിൻമെൻറ്റ്. ഇനി ഓഫീസ് ആൻഡ് പ്ലേസ് ഓഫ് സിറ്റിംഗ് എന്ന് പറയുന്നത്, ഓഫീസ് ഓഫ് ദി അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ക്യാപിറ്റൽ ഓഫ് ദ സ്റ്റേറ്റ് ആണ്. കേരളത്തിലാണെങ്കിൽ ട്രിവാൻഡ്രത്തായിരിക്കും. പിന്നെ ദ വർക്കിംഗ് ഡേയ്സ് ആൻഡ് ഓഫീസ് അവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് സെയിം ആസ് ദാറ്റ് ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ്. പിന്നെ ദ ഓഫീസ് സീൽ ആൻഡ് എംബ്ലം ഓഫ് ദ സ്റ്റേറ്റ് കമ്മീഷൻ ഷാൾ ബി ആസ് സച്ച് ആസ് ദ ഗവൺമെൻറ് മേ സ്പെസിഫൈ. ദെൻ സിറ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഷാൾ ബി കൺവീൻ ബൈ ദി പ്രസിഡൻറ്റ്. എപ്പോഴാണെന്ന് വെച്ചാലും പ്രസിഡൻറ്റിന് തീരുമാനിക്കാം. പിന്നെ ഓരോ ആക്ട് ഓർ പ്രൊസീഡിങ്സ് ഓഫ് ദ സ്റ്റേറ്റ് കമ്മീഷൻ ഷാൾ ബി ഇൻവാലിഡ് ബൈ മിയർ റീസൺസ് ഓഫ് എനി വേക്കൻസി അമംഗ് ഇറ്റ്സ് മെമ്പേഴ്സ്. ഒക്കെ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഞാനോട് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഗവൺമെൻറ് ഷാൾ അപ്പോയിൻറ്റ് സച്ച് സ്റ്റാഫ്. ഇനിയിപ്പോൾ കൂടുതൽ സ്റ്റാഫ് സ്റ്റേറ്റ് കമ്മീഷൻ്റെ ഓഫീസിൽ വേണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് അപ്പോയിൻറ്റ് ചെയ്യാനുള്ള അധികാരം ഗവൺമെൻറ്റിനുണ്ട്. ജൂറിസ്ഡിക്ഷൻ നോക്കുകയാണെങ്കിൽ, the state commission shall have jurisdiction to entertain complaints where the value of goods or services and compensation, if any, claimed exceeds rupees 20 lakhs but does not exceed 1 crore. 20 ലക്ഷത്തിന് മുകളിലേക്ക് ആവണം താനും, പക്ഷേ 1 കോടിയുടെ താഴെ വരുന്ന 1 കോടി വരെയാണെങ്കിൽ കംപ്ലയിൻറ്റ്, അതായത് ഇവർ ക്ലെയിം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കോമ്പൻസേഷൻ അല്ലെങ്കിൽ ഗുഡ്സ് ഓർ സർവീസസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 20 ലക്ഷത്തിൻ്റെയും 1 കോടിയുടെയും ഇടയിലാണെങ്കിൽ നമുക്ക് എവിടെ പോവാൻ നേരിട്ടിട്ട് സ്റ്റേറ്റ് കമ്മീഷൻ്റെ അടുത്താണ് പരാതി കൊടുക്കുക. ദെൻ അടുത്തത് പറയുന്നത്, ഇതിലൊക്കെ എഴുതിയത് തെറ്റാണ് കേട്ടോ, കറക്റ്റ് ചെയ്യണേ. ഇവിടെ എഴുതിയിരിക്കുന്നത് നേരത്തെ പഴയത് പ്രകാരം അനുസരിച്ചിട്ട് അവിടെ എഴുതിയത്. ഞാനിപ്പോൾ പറഞ്ഞത് ഓർത്ത് വെച്ചോളൂ, 20 lakhs-ൻ്റെയും 1 lakh-ൻ്റെയും ഇടയിലാണെങ്കിൽ. പിന്നെ സ്റ്റേറ്റ് കമ്മീഷൻ ഷാൾ ഹാവ് ജൂറിസ്ഡിക്ഷൻ ടു എൻ്റർടൈൻ അപ്പീൽസ് അഗെയിൻസ്റ്റ് ദ ഓർഡർ ഓഫ് എനി ഡിസ്ട്രിക്ട് ഫോറം വിത്തിൻ ദ സ്റ്റേറ്റ്, ആൻഡ് ദ സ്റ്റേറ്റ് കമ്മീഷൻ ഷാൾ ഹാവ് ജൂറിസ്ഡിക്ഷൻ ടു കോൾ ഫോർ ദ റെക്കോർഡ്സ് ആൻഡ് പാസ് അപ്രോപ്രിയേറ്റ് ഓർഡേഴ്സ് ഇൻ എനി കസ്റ്റമർ ഡിസ്പ്യൂട്ട് വിച്ച് ഇസ് പെൻഡിങ് ബിഫോർ എനി ഡിസ്ട്രിക്ട് ഫോറം വിത്തിൻ ദ സ്റ്റേറ്റ്. ഇതൊക്കെയാണ് വരുന്നത്. പിന്നെ സ്റ്റേറ്റ് കമ്മീഷൻ്റെ പ്രൊസീജിയർ ഫോർ ഫയലിംഗ് കംപ്ലയിൻറ്റ്സ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രൊസീജിയർ ഫോളോഡ് ഓൺ റെസിപ്റ്റ് ഓഫ് കംപ്ലയിൻറ്റ് ബൈ ദ സ്റ്റേറ്റ് കമ്മീഷൻ, ഫൈൻഡിങ്സ് ഓഫ് ദ സ്റ്റേറ്റ് കമ്മീഷൻ എക്സെട്ര ആർ സെയിം ആസ് ദോസ് അപ്ലിക്കബിൾ ടു ഡിസ്ട്രിക്ട് ഫോറം. അപ്പോൾ നിങ്ങൾ ഡിസ്ട്രിക്ട് ഫോറത്തിൻ്റെ മുമ്പിൽ എങ്ങനെയാണ് കംപ്ലയിൻറ്റ്സ് ഫയൽ ചെയ്യുന്നത്, അവരെങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുന്നത്, അത് പഠിച്ച് വെച്ചിട്ടുണ്ട്, എല്ലാത്തിനും എഴുതാം. പിന്നെ അപ്പീൽ അഗെയിൻസ്റ്റ് ഓർഡേഴ്സ് ഓഫ് ദി സ്റ്റേറ്റ് കമ്മീഷൻ. അപ്പോൾ ഇനിയിപ്പോൾ ചില സമയത്ത് സ്റ്റേറ്റ് കമ്മീഷൻ്റെ വിധിയിലും ഓർഡറിലും നമുക്ക് തൃപ്തിയായിട്ടില്ലെങ്കിൽ നമുക്ക് അപ്പീൽ പോവാം. അപ്പോൾ എനി പേഴ്സൺ അഗ്രീഡ് ബൈ an order made by the state commission may prefer an appeal against such orders to national commission within a period of 30 days from the date of order.
ഇൻ സച്ച് ഫോം ആൻഡ് മാനർ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. അതായത് സ്റ്റേറ്റ് കമ്മീഷൻ്റെ ഓർഡറിൽ തൃപ്തരായിട്ടില്ലെങ്കിൽ എത്ര ദിവസത്തിനുള്ളിലാണ് പറയുന്നത്? 30 ദിവസത്തിനുള്ളിൽ വേണമെങ്കിൽ നാഷണൽ കമ്മീഷന് നമുക്ക് അതായത് അപ്പീൽ കൊടുക്കണമെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ ചെയ്യണം. ഇനി അപ്പീൽ അഗെയിൻസ്റ്റ് ദ ഓർഡേഴ്സ് ഓഫ് ഡിസ്ട്രിക്ട് ഫോറം പ്രസൻറ്റഡ് ബിഫോർ ദ സ്റ്റേറ്റ് കമ്മീഷൻ. എങ്ങനെയാണ് അത് പ്രസൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. റൂൾ 8 ഓഫ് ദ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ റൂൾ കണ്ടെയ്ൻസ് ദ ഫോളോയിങ് പ്രൊവിഷൻസ് ഫോർ അപ്പീൽ ബിഫോർ ദ സ്റ്റേറ്റ് കമ്മീഷൻ. എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഒന്ന് പറയുന്നത് മെമ്മോറാണ്ടം ഷാൾ ബി പ്രസൻറ്റഡ് ബൈ appellant or his authorized agent to the state commission in person. അപ്പോൾ ഇതിൻ്റെ എന്താ പറയുക, അതിൻ്റെ മെമ്മോറാണ്ടം നേരിട്ട് വന്നിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഏജൻറ്റ് വഴി സ്റ്റേറ്റ് കമ്മീഷൻ എത്തിക്കുക, അല്ലെങ്കിൽ രജിസ്റ്റേർഡ് പോസ്റ്റായിട്ടും അയക്കാം. എവറി മെമ്മോറാണ്ടം ടു ദ അപ്പീൽ ഫയൽഡ് shall be legible writing, in legible handwriting, preferably typed, and shall set forth concisely under distinct heads. എന്താണോ അപ്പീൽ കൊടുക്കുന്നതെന്ന് വെച്ചാൽ അതെല്ലാം കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഈച്ച് മെമ്മോറാണ്ടം ഓഫ് അപ്പീൽ ഷാൾ ബി accompanied by the certified copy of the order of the district forum appealed against and such documents as may be required to support grounds of objection. Then when the appeal is presented after the expiry of the period of limitation, the memorandum of appeal shall be accompanied by an application supported by an affidavit setting forth the fact on which appellant relies to satisfy the state commission that he has sufficient cause for not preferring the appeal within the period of limitation. അതായത് അപ്പീൽ കൊടുക്കണം 30 ദിവസത്തിനുള്ളിൽ കൊടുക്കണം എന്ന് പറഞ്ഞല്ലോ, അത് കഴിഞ്ഞിട്ടാണ് പോകണമെന്ന് വെച്ചാൽ അതിന് തക്കതായ കാരണം കാണിച്ചിരിക്കണം. Appellant shall submit 4 copies of the memorandum of the appeal to the state commission for official purposes. 4 കോപ്പി കൊടുത്തിരിക്കണം. On the date of hearing or any other date to which hearing may be adjourned, it shall obligatory for the parties or their authorized agent to appear before the state commission. അപ്പോൾ ഈ വാദം കേൾക്കുന്ന ദിവസം ഉണ്ടാവുമല്ലോ, അന്നോ ഇനിയിപ്പോൾ അത് മാറ്റി വെക്കുന്നൊരു ദിവസം ഉണ്ടെങ്കിലോ അന്ന് നിർബന്ധമായിട്ടും ഈ ആരാണോ അപ്പീൽ കൊടുത്തിരിക്കുന്ന ആൾ അല്ലെങ്കിൽ അവരുടെ ഏജൻറ്റ് സ്റ്റേറ്റ് കമ്മീഷന് മുമ്പാകെ ഹാജരാവണം. The commission shall not rest any decision on any other ground unless the party who may affect it thereby has been given at least an opportunity of being heard by the state commission. അപ്പോൾ അതൊക്കെ അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. അതുപോട്ടെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് നാഷണൽ കമ്മീഷനാണ്. അപ്പോൾ നാഷണൽ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നാഷണൽ ലെവലിൽ വരുന്ന കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ ഏജൻസിയാണ്. അപ്പോൾ അതിൻ്റെ കോമ്പസിഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ പ്രസിഡൻ്റ് ആയിട്ടുണ്ടാവുക സുപ്രീം കോർട്ടിലെ ജഡ്ജാണ്. അവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും. പിന്നെ 2 മെമ്പേഴ്സ് ഉണ്ടാവും, അവരിൽ ഒരാൾ ലേഡി ആയിരിക്കണം, നിർബന്ധമാണ്. എവറി അപ്പോയിൻമെൻറ്റ് അണ്ടർ ദിസ് ക്ലോസ് ഷാൾ ബി മെയ്ഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് എ സെലക്ഷൻ കമ്മിറ്റി എന്ന്. അപ്പോൾ ഡിസ്ട്രിക്ട് ഫോറത്തിൽ ഡിസ്ട്രിക്ട് ജഡ്ജും 2 മെമ്പേഴ്സും ഉണ്ടാവും, അവരെ അപ്പോയിൻറ്റ് ചെയ്യുന്ന കമ്മിറ്റി ആരാന്ന് പഠിച്ചു. ഇനി സ്റ്റേറ്റ് കമ്മീഷനിലും ഇതേപോലെ തന്നെ ഹൈക്കോർട്ടിൽ ഒരു ജഡ്ജും 2 മെമ്പേഴ്സും ഉണ്ടാവും, അവരെ അപ്പോയിൻറ്റ് ചെയ്യുന്ന സെലക്ഷൻ കമ്മിറ്റി പഠിച്ചു. ഇനി നാഷണൽ ലെവലിലാണെങ്കിൽ 3 പേര്, പ്രസിഡൻ്റായിട്ട് സുപ്രീം കോർട്ടിലെ ജഡ്ജ് ഉണ്ടാവും, 2 മെമ്പേഴ്സ് ഉണ്ടാവും. ഇവരിനി ആരാ അപ്പോയിൻറ്റ് ചെയ്യുന്ന സെലക്ഷൻ കമ്മിറ്റി എന്ന് വെച്ചാൽ a person who is a judge of Supreme Court as chairman to be nominated by the Chief Justice of India, and secretary in the Department of Legal Affairs in the Government of India as a member, and secretary of the department dealing with consumer affairs in the Government of India as member. ഈ 3 കൂട്ടരും കൂടെ കൂടിയിട്ടാണ് സെലക്ഷൻ കമ്മിറ്റിയിൽ, അവരാണ് നാഷണൽ കമ്മീഷനിലുള്ള പ്രസിഡൻറ്റിനെയും 2 മെമ്പേഴ്സിനെയും സെലക്ട് ചെയ്യുക. ഓക്കെ, ഇനി സർവീസ് ഓഫ് കണ്ടീഷൻ നോക്കാം, എങ്ങനെയാണ്, എത്ര കാലമാണെന്നൊക്കെ നോക്കുക. ടേംസ് ആൻഡ് കണ്ടീഷൻസ്. അപ്പം മറ്റേ 2 കമ്മീഷനെ പോലെ തന്നെ ഇവരും എത്ര കാലത്തേക്കാണ്, 5 ഇയേഴ്സിന് തന്നെയാണ്. 5 ഇയേഴ്സ് ഓർ അപ് ടു ദ ഏജ് ഓഫ് 70 ഇയേഴ്സ് വിച്ച് എവർ ഇസ് ഏർലിയർ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് സാലറി ഓർ ഓണറേറിയം ഓർ അതർ അലവൻസസ് പേയബിൾ ടു ആൻഡ് അതർ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് സർവീസസ് ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് നാഷണൽ കമ്മീഷൻ ഷാൾ ബി സച്ച് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഓഫീസ് എപ്പോഴും ലൊക്കേറ്റ് ചെയ്തിരിക്കുക ഡൽഹിയിലാണ്. പിന്നെ ദ വർക്കിംഗ് ഡേയ്സ് ആൻഡ് ഓഫീസ് അവേഴ്സ് ഓഫ് നാഷണൽ കമ്മീഷൻ ഷാൾ ബി സെയിം ആസ് ദാറ്റ് ഓഫ് സെൻട്രൽ ഗവൺമെൻറ്.
ഓക്കെ, ഇനി ഓഫീസ് സീൽ ആൻഡ് എംപ്ലം എന്ന് പറയുന്നത് ഇതും തീരുമാനിക്കുന്നത് ഗവൺമെൻറ് തന്നെയാണ്. വർക്കിംഗ് ഡേയ്സും ഓഫീസ് അവേഴ്സും പറഞ്ഞു കഴിഞ്ഞല്ലോ. ആൻഡ് സിറ്റിംഗ് ഓഫ് ദ നാഷണൽ കമ്മീഷൻ ഷാൾ ബി കൺവീൻ ബൈ ദി പ്രസിഡൻറ്റ്. ഈ നാഷണൽ കമ്മീഷൻ്റെ ജൂറിസ്ഡിക്ഷൻ നോക്കാം എങ്ങനെയാണെന്നുള്ളത്. നാഷണൽ കമ്മീഷൻ ഷാൾ ഹാവ് ജൂറിസ്ഡിക്ഷൻ ടു എൻ്റർടൈൻ കംപ്ലയിൻറ്റ്സ് വെയർ ദ വാല്യൂ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ആൻഡ് കോമ്പൻസേഷൻ ഇഫ് എനി ക്ലെയിംഡ് എക്സീഡ്സ് ₹1 crore. ഇത് ചിലപ്പോൾ വൺ വേർഡൊക്കെ ആയിട്ട് ചോദിക്കും കേട്ടോ. ഡിസ്ട്രിക്ട് ഫോറത്തിൻ്റെ പരിധിയിലാണെങ്കിൽ 20 ലക്ഷത്തിന് താഴെ വരുന്നത്. ഇത് സ്റ്റേറ്റ് കമ്മീഷൻ ആകുന്ന സമയത്ത് 20 ലക്ഷത്തിന് മുകളിൽ, പക്ഷേ ലെസ് ദാൻ 1 lakh. ഇനി നാഷണൽ ലെവലിൽ എത്തുന്ന സമയത്ത് എത്രയാ, 1 കോടിൻ്റെ മുകളിലേക്കുള്ള കംപ്ലയിൻറ്റ്സ് ആണെങ്കിൽ, അതായത് ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ വാല്യൂ ഒന്നുകിൽ ഇഫ് ഇറ്റ് ഇസ് മോർ ദാൻ 1 crore അല്ലെങ്കിൽ ക്ലെയിം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തുക എന്ന് പറയുന്നത് 1 കോടിക്ക് മുകളിലാണെങ്കിലാണ് ആര് എൻ്റർടൈൻ ചെയ്യുള്ളൂ. അങ്ങനത്തെ കംപ്ലയിൻറ്റ്സ് മാത്രമേ ഉള്ളൂ നാഷണൽ കമ്മീഷൻ എൻ്റർടൈൻ ചെയ്യുന്നുള്ളൂ. പിന്നെ പറയുന്നത് അത് കറക്റ്റ് ചെയ്യണം, നിങ്ങളുടെ ടെക്സ്റ്റിൽ ചിലപ്പോൾ തെറ്റായിരിക്കും. സ്റ്റേറ്റ് കമ്മീഷൻ ഷാൾ ഹാവ് ജൂറിസ്ഡിക്ഷൻ ടു എൻ്റർടൈൻ അപ്പീൽസ് അഗെയിൻസ്റ്റ് ദ ഓർഡർ ഓഫ് എനി സ്റ്റേറ്റ് കമ്മീഷൻ വിത്തിൻ ദ കൺട്രി. നാഷണൽ കമ്മീഷൻ ഷാൾ ഹാവ് jurisdiction to call for the records and pass appropriate orders in any customer dispute which is pending before any state commission within the country. എന്തെങ്കിലും പെൻഡിങ് ആയി കിടക്കുന്ന വല്ല കേസസും ഉണ്ടെങ്കിൽ അത് കോൾ ഫോർ ചെയ്യാനുള്ള അധികാരമൊക്കെ ഉണ്ട്. ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് അതാണ്. ഇനി പവർ ഓഫ് നാഷണൽ കമ്മീഷൻ എന്തിനൊക്കെയുള്ള പവറുള്ളതെന്ന് വെച്ചാൽ, നാഷണൽ കമ്മീഷൻ ഷാൾ ഇൻ ദ ഡിസ്പോസൽ ഓഫ് എനി കംപ്ലയിൻറ്റ്സ് ഓർ എനി പ്രൊസീഡിങ്സ് ബിഫോർ ഇറ്റ് ഹാവ് ദ സെയിം പവേഴ്സ് ആസ് ആർ വെസ്റ്റഡ് ഇൻ ദി സിവിൽ കോർട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളിലാണ്? ടു സമ്മൺ ആൻഡ് എൻഫോഴ്സ് അറ്റൻഡൻസ് ഓഫ് എനി എന്താ പറയുക ഡിഫെൻഡൻറ്റ് ഓർ വിറ്റ്നസ് ആൻഡ് എക്സാമിനിങ് ദ വിറ്റ്നസ് ഓൺ ഓത്ത്, discovering and producing of any document and other material object producible as evidence, and receiving evidence on affidavits. നേരത്തെ പറഞ്ഞതൊക്കെ തന്നെയാണ് വരുന്നത്, വ്യത്യാസങ്ങളൊന്നുമില്ല. റിസീവ് എവിഡൻസ് ഓൺ അഫിഡവിറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ് പവേഴ്സായിട്ട് വരുന്നത്. ഇനി അപ്പീൽ അഗെയിൻസ്റ്റ് ദ ഓർഡേഴ്സ് ഓഫ് നാഷണൽ കമ്മീഷൻ. അപ്പോൾ ഒരു പരാതിക്കാരൻ നാഷണൽ കമ്മീഷൻ്റെ അടുത്ത് പരാതി കൊടുത്തിട്ടും അയാൾ തൃപ്തനായിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് അപ്പീൽ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എനി പേഴ്സൺ അഗ്രീഡ് ബൈ എൻ ഓർഡർ മെയ്ഡ് ബൈ ദ നാഷണൽ കമ്മീഷൻ in exercise of its powers may prefer an appeal against such order to the Supreme Court within a period of 30 days from the date of the order. നമ്മൾ അപ്പീൽ പോകാനുള്ള അധികാരമുണ്ട്. എത്ര ദിവസത്തിനുള്ളിൽ അപ്പീൽ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് സുപ്രീം കോർട്ടിന് 30 ഡേയ്സിനുള്ളിൽ. അപ്പോൾ സുപ്രീം കോർട്ട് മേ എൻ്റർടൈൻ an appeal after the expiry of the said period of 30 days if it is satisfied that there was sufficient cause for not filing it within that period. ഓക്കെ, അപ്പം അത്രയും ഓർത്തിരിക്കാം. പിന്നെ സിറ്റിംഗ് ഓഫ് ദ നാഷണൽ കമ്മീഷൻ ആൻഡ് സൈനിങ് ഓഫ് ഓർഡേഴ്സ് പറയുന്നുണ്ട്. സിറ്റിങ്ങിൽ പറയുന്നത് എവറി പ്രൊസീഡിങ്സ് ഓഫ് ദ നാഷണൽ കമ്മീഷൻ ഷാൾ ബി കണ്ടക്റ്റഡ് ബൈ ദി പ്രസിഡൻറ്റ് അറ്റ്ലീസ്റ്റ് 2 members thereof സിറ്റിംഗ് ടുഗെദർ. അപ്പോൾ എല്ലാം തീരുമാനങ്ങളും എടുക്കുന്നത് ആരാണ്? പ്രസിഡൻ്റ് ആയിരിക്കും. 2 members ഉണ്ടാവണം. പിന്നെ എവറി ഓർഡർ മെയ്ഡ് ബൈ ദി നാഷണൽ കമ്മീഷൻ ഷാൾ ബി സൈൻ ബൈ ദ പ്രസിഡൻറ്റ് ആൻഡ് അറ്റ്ലീസ്റ്റ് 2 members ഹു കണ്ടക്റ്റഡ് ദ പ്രൊസീഡിങ്സ്. എല്ലാത്തിലും സൈൻ ആരതാ ഉണ്ടാവേണ്ടത്? പ്രസിഡൻറ്റിൻ്റെയും ആ 2 മെമ്പേഴ്സിൻ്റെയും. ഓക്കെ, ഈ ഫൈനാലിറ്റി ഓഫ് ഓർഡേഴ്സ്, അതായത് എവറി ഓർഡർ ഓഫ് ദ ഡിസ്ട്രിക്ട് ഫോറം, സ്റ്റേറ്റ് കമ്മീഷൻ ഓർ നാഷണൽ കമ്മീഷൻ ഷാൾ ഇഫ് നോ അപ്പീൽ ഹാസ് ബീൻ പ്രിഫേർഡ് അഗെയിൻസ്റ്റ് സച്ച് ഓർഡർ അണ്ടർ ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട് ബി ഫൈനൽ. അപ്പീൽ പോയിട്ടില്ലെങ്കിൽ ഡിസ്ട്രിക്ട് ഫോറത്തിൻ്റെ ഓർഡർ ആണെങ്കിലും സ്റ്റേറ്റ് കമ്മീഷൻ്റെ ഓർഡർ ആണെങ്കിലും നാഷണൽ കമ്മീഷൻ്റെ ഓർഡർ ആണെങ്കിലും അത് ഫൈനലായിരിക്കും. പിന്നെ വാട്ട് ആർ ദ അഡീഷണൽ പവേഴ്സ് ഓഫ് നാഷണൽ കമ്മീഷൻ, സ്റ്റേറ്റ് കമ്മീഷൻ ആൻഡ് ഡിസ്ട്രിക്ട് ഫോറം നോക്കാം. ഒന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രൊഡ്യൂസ് ബിഫോർ ആൻഡ് അലൗഡ് ടു ബി എക്സാമിൻ ആൻഡ് കെപ്റ്റ് എൻ ഓഫീസർ ഓഫ് ദി നാഷണൽ കമ്മീഷൻ, സ്റ്റേറ്റ് കമ്മീഷൻ ഓർ ഡിസ്ട്രിക്ട് ഫോറം as the case may be specified in this behalf. Such